എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം യൂറോപ്പ് ഇന്നേ വരെ കാണാത്ത വലിയൊരു പ്രതിഷേധ പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ലണ്ടൻ നഗരം. അപ്പോൾ ലണ്ടനിലെ റൈറ്റ് വിങ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായ ടോമി റോബിൻസണാണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ ഏകദേശം 25,000 പേർ പങ്കെടുക്കും എന്നാണ് ഈ ടോമി റോബിൻസൺ അവരെ സംഘടന ആദ്യം പറഞ്ഞത്. അതായത് കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം, ഒരു ആൻറ്റി ഇമിഗ്രേഷൻ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് തത്വത്തിൽ ഒരു ആൻറ്റി മുസ്ലിം പ്രൊട്ടസ്റ്റായി മാറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടൻ നഗരം UK എന്ന് പറയുന്നത് അതിവേഗത്തിൽ ഇസ്ലാമികവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. നമ്മുടെ ഇലോൺ മസ്കും JD വാൻസും അടക്കം പറഞ്ഞിട്ടുണ്ട്, യൂറോപ്പിൽ ആദ്യം ഇസ്ലാമിക രാജ്യമായി മാറുന്ന ഒരു യൂറോപ്യൻ രാജ്യം അത് UK ആയിരിക്കും എന്നാണ് ഇലോൺ മസ്കും JD വാൻസും അടക്കമുള്ളവർ വാൺ ചെയ്തിരുന്നു 2-3 വർഷം മുന്നേ തന്നെ. അത്രയ്ക്ക് ഭയാനകമായ രീതിയിലാണ് ഇസ്ലാമിക കുടിയേറ്റം നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ 95% മുസ്ലിങ്ങളാണ് കുടിയേറുന്നത്. അപ്പോൾ ഇവർക്കെതിരെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒരു കൺസോളിഡേറ്റ് ചെയ്തു ഈ ഒരു പരിപാടിയിൽ. ഇപ്പോൾ ആദ്യം പറഞ്ഞ മാതിരി ഇവർ തന്നെ സംഘാടകരനെ എക്സ്പെക്ട് ചെയ്ത് 25,000 പേർ പങ്കെടുക്കുമെന്നാണ്. പക്ഷേ 1.5 ലക്ഷം ആൾക്കാർ അവിടെ പങ്കെടുത്തു. 1.5 ലക്ഷം ആൾക്കാർ. അപ്പോൾ പോലീസിന് പോലും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ പോലും പാടുപെട്ടു. സംഘാടകർ അത്ഭുതപ്പെടുത്തിയിരിക്കണം. 1.5 ലക്ഷം പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൽ അവർ ഉയർത്തിയ മുദ്രാവാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ദ ബോട്ട്, സെൻഡ് ദം ഹോം, സേവ് അവർ ചിൽഡ്രൻ. അതായത് ഈ ടോമി റോബിൻസൻ്റെ ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുടിയേറ്റക്കാരെ എല്ലാവരും പുറത്താക്കണം. അതായത് അനധികൃത ഇല്ലീഗൽ മൈഗ്രൻസ് അല്ല, എല്ലാ കുടിയേറ്റക്കാരും പുറത്താക്കി കഴിഞ്ഞാൽ മാത്രമേ ലണ്ടൻ UK ഇനി രക്ഷപ്പെടൂ. ഇല്ലെങ്കിൽ ഉടൻ തന്നെ ഒരു ഇസ്ലാമിക രാജ്യമായി മാറുമെന്നാണ് ഈ ടോമി റോബിൻസൺ പറയുന്നത്. ശരിയാണ്. അവിടെ ലണ്ടനിലെ മേയർ പോലും സാദിഖ് അഹമ്മദ് ഖാൻ അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പൗരനാണ് സത്യമാണ്. പക്ഷേ പലതരത്തിലുള്ള ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള ഫേവറിസം ചെയ്യുന്ന ഒരാളാണ് ലേബർ പാർട്ടിയുടെ ലണ്ടൻ മേയറായ സാദിഖ് അഹമ്മദ് ഖാൻ. അപ്പോൾ ഇവരൊക്കെ ശരിക്കും UK വലിയ രീതിയിലുള്ള ഈ മുസ്ലിം വൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ UK കോടതിയുടെ കേസുകൾ തന്നെ അറിയാം. കോടതികൾ തന്നെ ഇവർക്ക് അനുകൂലമായ പല വിധികളും പുറപ്പെടുപ്പിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആരാണ് ഇതിനൊക്കെ പിന്നിൽ കളിക്കുന്നത്, ആരാണ് ഇതിനൊക്കെ ഫണ്ട് ചെയ്യുന്നത്? കോടതി പോലും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വിലക്കെടുത്തു എന്നാണ് മറ്റേ ടോമി റോബിൻസൻ്റെ ആൾക്കാർ പറയുന്നത്. ശരിയാണ്. ഈ അടുത്ത കാലത്ത് വന്ന പല കാര്യങ്ങളും എന്താ പറയേണ്ടത്, ഈ കുടിയേറ്റക്കാർക്ക് എസ്പെഷ്യലി മുസ്ലിങ്ങൾ കുടിയേറി കഴിഞ്ഞാൽ അവർക്കെന്തോ പ്രിവിലേജ് കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് ലണ്ടനിൽ നിന്ന് പുറത്തു വന്നിരുന്നു. അത്തരം പ്രസ്താവനകൾ കോടതിയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഏകദേശം കുറച്ച് നാൾ മുന്നേ ലണ്ടനിലെ ചെറിയൊരു പ്രതിഷേധ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. പ്രക്ഷോഭം എന്ന് വെച്ചാൽ കുറേ അക്രമകാരികൾ സായിപ്പന്മാർ വടിയെടുത്ത് ഹോക്കി സ്റ്റിക്കും ക്രിക്കറ്റ് ബാറ്റും ഇതൊക്കെ ആയിട്ട് അവിടെ അനധികൃതമായി ഇങ്ങനെ ടെൻറ്റും ഇതൊക്കെ കെട്ടി നിൽക്കുന്ന മുസ്ലിങ്ങളൊക്കെ ഓടിച്ചിട്ടടിച്ചിരുന്നു എന്ന് വെച്ചാൽ ഇറങ്ങിപ്പോടാ മുസ്ലിം തീവ്രവാദികളെ എന്നൊക്കെ വിളിച്ചിട്ടാണ് അവന്മാർ അത് ഈ രാജ്യത്ത് വിട്ടോളം എന്ന് പറഞ്ഞിട്ട് ഓടിച്ചിട്ടടിച്ചിരുന്നു. അപ്പോൾ അന്ന് പോലീസ് വലിയ രീതിയിൽ കഷ്ടപ്പെട്ടിരുന്നു. ലണ്ടനിലെ പോലീസൊക്കെ വലിയ രീതിയിൽ കഷ്ടപ്പെട്ടിരുന്നു ഇവരെയൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുകഞ്ഞ് അതിൻ്റെ എന്താ പറയുക മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾക്ക് മടുത്തു ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. അവിടെ എന്താണ് അവർ തന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ പല രീതിയിലും ഇവിടത്തോട്ട് വന്നിട്ട് അവിടെ സംസ്കാരത്തെ നശിപ്പിക്കുന്നു. ലണ്ടനിലെയും തനതായ സംസ്കാരത്തെ നശിപ്പിക്കുന്നു. ലണ്ടൻ നഗരത്തിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ പുതിയ ജനറേഷൻസൊക്കെ അവർ ഈ ഇസ്ലാമിക വേഷവിധാനങ്ങളും അങ്ങനെയൊക്കെ കൊടുത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാനും അത് ഫോളോ ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്ന തരത്തിൽ. അതായത് അവിടെ ഗ്രൂമിങ് ഗ്യാങ് എന്നൊക്കെ പറഞ്ഞ ടീമുണ്ട്. അതായത് ഈ പാകിസ്ഥാനിന്നും അവിടുത്തെ 10-15 വയസ്സിലെ പെൺകുട്ടികളൊക്കെ കൊണ്ടുവന്ന് മയക്കുമരുന്നൊക്കെ കൊടുത്ത് അടിമകളാക്കി ഇങ്ങനെ ഈ ലൈംഗിക അടിമകളാക്കി കൊണ്ടു നടക്കുന്നത്. അതിപ്പോൾ അത് മുമ്പൊക്കെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഗ്രൂമിങ് ഗ്യാങ് ഇപ്പോൾ അവിടുത്തെ ലണ്ടനിലെ പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മുദ്രാവാക്യത്തിൽ തന്നെ പറഞ്ഞില്ലേ, സേവ് ഓർ ചിൽഡ്രൻ. ഇത്തരം ജിഹാദികളിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികളെ രക്ഷിക്കണം. ഉടൻ തന്നെ ഇവന്മാരെ എല്ലാം അനധികൃതം നോക്കേണ്ട എല്ലാ കുടിയേറ്റക്കാരെയും ഈ UK നിന്ന് ഓടിച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഇതൊരു ഇസ്ലാമിക രാജ്യമായി മാറും, സിറിയ അഫ്ഗാനിസ്ഥാൻ പോലൊരു രാജ്യമായി മാറുമെന്നാണ് ടോമി റോബിൻസൺ പറയുന്നത്. ശരിയാണ്, വളരെ ശരിയാണ്. അപ്പോൾ ഇലോൺ മസ്കും JD വാൻസും അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇവർക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റുപിടിച്ചിട്ട് യൂറോപ്പിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം, ഒരു മുസ്ലിം വിരുദ്ധ മുന്നേറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പം ജർമ്മനിയിൽ തന്നെ എന്താ അവസ്ഥ? ജർമ്മനിയിൽ തന്നെ വലിയ രീതിയിലുള്ള മുസ്ലിം പ്രൊട്ടസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പ്യുവർ ജർമ്മൻസ്, ജർമ്മൻ ബോർഡ് പോട്ടപ്പ് ആൾക്കാർ ഇവർക്കെതിരെ വലിയ രീതിയിലെ പ്രതിഷേധ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ടോമി റോബിൻസൺ വരും ദിവസങ്ങളിൽ ലണ്ടനിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ യൂറോപ്പിൽ ആകമാനം വ്യാപിക്കാനുള്ള, അതായത് ഒരു പാൻ യൂറോപ്യൻ ഒരു പൊളിറ്റിക്കൽ ലീഡറായി മാറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ച് അവിടുത്തെ ആൾക്കാരെ, അതായത് അവിടെ ആ രാജ്യത്ത് ജനിച്ചു വളർന്ന ആൾക്കാരെ മനസ്സിലാപ്പിക്കുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇരിക്കാൻ സൂചി കുത്താൻ ഇടം കൊടുത്തു കഴിഞ്ഞാൽ തൂമ്പ ഇറക്കുന്ന ടീമാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടേക്കും ഇത്തരത്തിലുള്ള ആൾക്കാർ വരുന്നു.
ചെയ്യുന്നു, ആ നാടിൻ്റെ സംസ്കാരം അവർ നശിപ്പിക്കും, പൂർണ്ണമായിട്ട് അവർ ഇസ്ലാമിസേഷൻ നടത്തും. നമ്മുടെ നാട്ടിൽ തന്നെ ചില ഏരിയയിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതായത് ചില ആൾക്കാർ, പ്രത്യേക ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വീട് കെട്ടുമ്പോൾ ആദ്യം വലിയ മതിലാണ് കെട്ടുക. പണ്ടൊക്കെ ചില എന്താ പറയുക, മതിൽ കെട്ടിയിട്ട് അതിനകത്താണ് വീട് കെട്ടുക. അത് വീടിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ ഇവർക്ക് മതിലും ഉണ്ടാവും. സാധാരണ ഒരു ഗ്രാമങ്ങളൊക്കെ ഒരു ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ മതിൽ, ആ മതിലൂടെ കാണുന്ന വീട്, അതൊക്കെ ഒരു രസമായിരുന്നു. അതൊക്കെ ഇപ്പം കേരളത്തിലെ പല സ്ഥലത്തും അത് അന്യം നിന്ന് പോവുകയാണ്. അതായത് വലിയ രീതിയിലുള്ള ഇസ്ലാമികവൽക്കരണം പല സമസ്ത മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് യൂറോപ്പിനും കാർന്ന് തിന്നുന്നത്. അപ്പോൾ സായിപ്പന്മാർ വിമാരം ഓടിച്ചിട്ടടിക്കും. ഈ പരിപാടിയിൽ തന്നെ ടോമി റോബിൻസിൻ്റെ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ പല ആൾക്കാരും ഓടിച്ചിട്ട് അടിച്ചു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആക്രമിച്ചവരെ കുറേ ആൾക്കാരെ പോലീസൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെയാലും അവിടുത്തെ സ്റ്റാമർ ഗവൺമെൻറ്, ഈ ലേബർ പാർട്ടിയുടെ, അവർ വലിയ രീതിയിലുള്ള ഈ ഇസ്ലാമികവൽക്കരണത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് പ്രത്യേകിച്ച് അവിടുത്തെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി സ്റ്റാമറിനെ ഒരു സ്റ്റാൻഡില്ലാത്ത ആളാണ്. ലേബർ പാർട്ടിയുടെ നേതാവാണ്, ശരിയാണ്. പക്ഷേ പല രീതിയിലും പല സമയത്തുമായിട്ടും തൻ്റെ ആശയം ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ സ്റ്റാമർ. അപ്പോൾ ഇലോൺ മസ്ക് അടക്കം പറഞ്ഞു, ഈ സ്റ്റാമർ ഗവൺമെൻറ്റിനെ അവിടുന്ന് ഉടൻ പുറത്താക്കിയില്ലെങ്കിൽ ഉടൻ തന്നെ ഈ വരുന്ന 5 വർഷത്തിനുള്ളിൽ UK ഒരു മുസ്ലിം രാജ്യമായി മാറുമെന്ന്. ഇപ്പോൾ തന്നെ പല ആൾക്കാരും അവിടെ താമസിക്കുന്ന പല മലയാളികളും പല ആൾക്കാരും പറയുന്നതാണ്. പല സ്ഥലത്തും ഇത്തരത്തിൽ കുടിയേറി വന്ന ഈ മുസ്ലിംസൊക്കെ എങ്ങനെ ചില സ്ഥലത്ത് ഒറ്റപ്പെട്ട് താമസിക്കുന്നു, അവരൊക്കെ മറ്റ് സമുദായക്കാർ, മറ്റു മതസ്ഥരെ ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ കല്ലെറിയുന്നത്, രാത്രിയാകുമ്പോൾ കല്ലെറിയുക, അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ. മൊത്തത്തിൽ കൈവിട്ട് പോയിരിക്കുകയാണ്. അതായത് ഇപ്പം കൈവിട്ട് പോയി, ഇനി ഇപ്പോൾ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ എല്ലാം കൂടി എന്താ പറയുക ഇസ്ലാമിക് രാജ്യമാകുമെന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. വലിയ രീതിയിലുള്ള മുന്നേറ്റം ആണ് കഴിഞ്ഞ ദിവസം ലണ്ടൻ നഗരം സാക്ഷ്യം വഹിച്ചത്. ഇത് ശരിക്കും അവിടെ ബോൺ ആൻഡ് ബോട്ടപ്പായ ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള നാഷണലിസം, ഒരു ദേശീയ ബോധം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ഈ ഒരു പരിപാടിയിലൂടെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം പല ആൾക്കാരും സോഷ്യൽ മീഡിയ വഴിയൊക്കെ ശരിക്കും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ഉടൻ തന്നെ രാജ്യം വിട്ടോളണം എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഇതുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് അത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ, വലിയ രീതിയിൽ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരിടയിൽ പോലും വലിയ രീതിയിലുള്ള നാഷണലിസം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ടോമി റോബിൻസനെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ കഴിഞ്ഞ അത് ഇന്ത്യക്കാർക്കും കൂടി ബാധിക്കും. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇതൊരു ആൻറ്റി ഇമിഗ്രേഷൻ പ്രൊട്ടസ്റ്റാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇത് ശരിക്കും ഒരു ആൻറ്റി മുസ്ലിം പ്രൊട്ടസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഇന്ത്യയിൽ നിന്ന് പോയ മുസ്ലിംസിനും ഇന്ത്യക്കാരെ അടക്കം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ ഈ ഏഷ്യൻ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാരാണ് കൂടുതൽ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാർ ഈ പലസ്തീൻ പ്രൊട്ടസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള മുൻപന്തിയിലുള്ള ആൾക്കാരാണ്. ഇപ്പോഴും അറിയാത്ത കേരളത്തിൽ നിന്ന് പോയ ആൾക്കാർ പല ആൾക്കാരുമുണ്ട്. അവിടുത്തെ മലയാളികളൊക്കെ സംസാരിക്കുന്നത് വെച്ചാൽ ഈ ഇത്തരം പാലസ്തീൻ പ്രൊട്ടസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, സേവ് ഗാസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാവുന്നത് ഈ മലയാളികളൊക്കെ ആണ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോക്ക്. അപ്പോൾ എന്ത് തന്നെയായാലും അത് വലിയ രീതിയിൽ ഇന്ത്യക്കാരും ബാധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇനിയൊരു ഇലക്ഷൻ വരികയാണെങ്കിൽ, അടുത്ത ഇലക്ഷൻ വരികയാണെങ്കിൽ ഈ ടോമി റോബിൻസൺ അവിടെ പ്രധാനമന്ത്രിയായിട്ട് വരാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പുള്ളി ഒരു പാൻ യൂറോപ്യൻ ഒരു ലീഡറായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യത്തും ഈ മുസ്ലിം കുടിയേറ്റം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പാൻ യൂറോപ്യൻ ഫേസ് ഈ ടോമി റോബിൻസൺ വന്നു കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാലും ഈ ടോമി റോബിൻസൺ അവിടുത്തെ പ്രധാനമന്ത്രി, അവിടുത്തെ ലേബർ പാർട്ടിൻ്റെ ഇതൊക്കെ മാറ്റി പുള്ളി തന്നെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ അധികാരത്തിൽ വരികയാണെങ്കിൽ മുഴുവൻ കുടിയേറ്റക്കാരെ അവിടെ നിന്ന് ഓടിക്കേണ്ടി വരും എന്ന തരത്തിൽ ഒരു സംശയമില്ല. അത് അവിടെ മതം നോക്കില്ല. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഇസ്ലാമിസ്റ്റുകൾക്ക്, മുസ്ലിം കുടിയേറ്റക്കാരെ തന്നെയായിരിക്കും. അവരുടെ തനതായ സംസ്കാരം തകർക്കുന്നു എന്നുള്ള വ്യാപകമായ പരാതി ഉയർന്നിട്ടുണ്ട്. അതായത് ലണ്ടൻ നഗരം, UK മൊത്തത്തിൽ വലിയ രീതിയിൽ ഇസ്ലാമിസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ അവരുടെ പരമ്പരാഗത വസ്ത്രവിധാനങ്ങളിൽ പോലും ഇത്തരത്തിൽ ഇസ്ലാമിസേഷൻ കടന്നു വരുന്നു. ആ ഇസ്ലാമിക് ആചാരങ്ങൾ എല്ലാ സമസ്ത മേഖലയും കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് രാജ്യത്തെ തകർക്കും. അപ്പോൾ അതിന് ഉടൻ തന്നെ ഒരു പരിഹാരം എന്നോണം അവിടുത്തെ ജനങ്ങൾ ഈ ടോമി റോബിൻസനെ പ്രധാനമന്ത്രിയാക്കിയാലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, ഇയാൾ പ്രധാനമന്ത്രി ആവട്ടെ, ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളൊക്കെ ലണ്ടൻ നഗരത്തിൽ നിന്ന് ഓടിക്കട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.